friends, welcome to my show Akyakomachi Photographic Journey. So ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടുള്ള സരോവരം ബയോഡൈവേഴ്സിറ്റി പാർക്കിലാണ്. ഇവിടേക്ക് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാനിവിടെ നേരത്തെ തന്നെ എത്തിട്ടോ. ബിക്കോസ് ഈ രാവിലെയാണ് എല്ലാവരും ജോഗിങ്ങിനും എക്സസൈസിനും സൈക്ലിങ്ങിനൊക്കെ വരാറ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനും പിന്നെ അവരൊക്കെ എന്തിനാണ് ഇവിടേക്ക് നേരത്തെ തന്നെ വരുന്നത് എന്നറിയോ? ഈ സരോവരം ബയോഡൈവേഴ്സിറ്റി പാർക്കിലേക്ക് വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു സിറ്റീൻ്റെ നടുവിലുള്ള ഏക്കർ കണക്കിന് പരന്ന് കിടക്കുന്ന പ്രകൃതിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ തീരത്ത് കൂടെയാണ് കനോലി കനാൽ ഒഴുകുന്നത്. അപ്പം നല്ല തണുപ്പിരിക്കും ഇവിടെ, നല്ലൊരു കാം പ്ലേസാണ്. ഏത് ഉച്ചയ്ക്ക് വന്നാലും നല്ല തണുപ്പിരിക്കും ഇവിടെ. പിന്നെ സാധാരണ നമ്മൾ ഇവിടേക്കൊക്കെ വരുമ്പം ഇവിടെയുള്ള മരങ്ങൾ, കിളികൾ, പിന്നെന്താ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ, എക്സസൈസ് ചെയ്യുന്നവർ, ഇവരൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണ കാണുക. പക്ഷേ ഇത് മാത്രമൊന്നല്ല ഇവിടെ ഉള്ളത്. ഫുൾ ഇതിന് ചുറ്റും പരന്ന് കിടക്കുന്ന 96 ഏക്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറ്റ്ലാൻഡ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇനി നമുക്ക് വീഡിയോക്ക് പോവാം അല്ലേ? വാ. നഗരത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ഏറ്റവും പറ്റിയൊരു സ്ഥലമാണ് സരോവരം പാർക്ക്. കാസ്റ്റയൺ ഇരിപ്പിടങ്ങളും കുട്ടികൾക്കായി ഒരു പാർക്കും ഓപ്പൺ എയർ തിയേറ്ററും ബട്ടർഫ്ലൈ പാർക്കും ബേർഡ് സാങ്ച്വറിയും കണ്ടൽക്കാടുകളും ഇതിലൂടെയുള്ള ഒരു ബോട്ട് യാത്രയും. പിന്നെ ആർക്കാണ് ഈ സരോവരം ഇഷ്ടപ്പെടാണ്ടിരിക്കുക? നമ്മൾ ചിലപ്പോൾ നിങ്ങൾ സരോവരത്തിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും, പക്ഷേ സരോവരത്തിൻ്റെ ബയോഡൈവേഴ്സിറ്റിയിലൂടെയുള്ള ഒരു യാത്രയാണ്. കോരപ്പുഴയിൽ നിന്നും നമ്മുടെ കനോലി സാഹിബ് നിർമ്മിച്ച കനോലി കനാലും ഇതിലൂടെയാണ് ഒഴുകുന്നത്. ചുരുക്കത്തിൽ നമ്മൾ മനുഷ്യരെ പോലെ പക്ഷിമൃഗാദികൾക്കും ഇഷ്ട സ്ഥലമാണ് ഇവിടെ. മെയിൻ്റെനൻസിൻ്റെ കുറവും പ്ലാസ്റ്റിക് വേസ്റ്റുകളും പിന്നീടൊരു ഡെവലപ്മെൻ്റ് ഇല്ലാത്തതും ഒരു നെഗറ്റീവ് ആണെങ്കിലും ഇവിടുത്തെ ശുദ്ധവായുവും പക്ഷികളും വെള്ളക്കെട്ടൊക്കെ നമുക്ക് മറക്കാനേ കഴിയൂല.
നിങ്ങൾക്കിപ്പം സരോവരം ബയോ പാർക്കൊക്കെ കാണിച്ചിരുന്നില്ലേ? സരോവരം എന്ന് പറയുന്നത് ആ ഒരു ഏരിയ മാത്രമല്ല, ഇതിന് സരോവരത്തിന് ചുറ്റും പരന്ന് കിടക്കുന്ന കുറേ വെറ്റ്ലാൻഡ്സ് ഒക്കെ ഉണ്ട്. 96 ഏക്കറാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ വെറ്റ്ലാൻഡ്സിലാണെങ്കിൽ കുറേ ആനിമൽസും ബേർഡ്സൊക്കെ ഉണ്ടാവും. ഈ ബേർഡ്സിനും ആനിമൽസിനൊക്കെ എടുത്തിട്ട് ഒരു എക്സിബിഷൻ വരെ നടത്തിയിട്ടുണ്ട് ഒരു അങ്കിൾ. ആരെ ഞാൻ കാണിച്ചത്. സോ ഇതാണ് സന്ദീപ് കൊല്ലർകണ്ടി അങ്കിൾ. ഒരു ഹലോ ഒക്കെ പറയോ? ഓക്കെ. അപ്പം സന്ദീപ് അങ്കിൾ ഫോട്ടോഗ്രാഫർ മാത്രമല്ല, ഡിസൈനറും കൂടിയാണ്. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല സുന്ദരമായ വീടുകളൊക്കെ. അപ്പം ഇനി നമുക്ക് സന്ദീപ് അങ്കിളോട് തന്നെ ചോദിച്ചറിയാം എങ്ങനെയൊക്കെയാണ് ഈ സരോവരത്തിനെ കുറിച്ച്. ഫോട്ടോഗ്രാഫിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് സന്ദീപ് അങ്കിൾ ഇവിടെ എത്തിയതെങ്കിലും ഇവിടുന്ന് എടുത്ത വിവിധ ചിത്രങ്ങൾ നമ്മളെല്ലാവരെയും അതിശയിപ്പിച്ചു. ഇത്ര അധികം വെറൈറ്റി പക്ഷികളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് നാം അറിഞ്ഞു. പിന്നെ ഇതിൻ്റെ കൂടുതൽ സംരക്ഷണം ആവശ്യപ്പെട്ടാണ് ഈ ചിത്രങ്ങൾ നിരവധി എക്സിബിഷനുകളായി നടത്തിയത്. ഫാസ്റ്റ് ഫോക്കസ് ക്യാമറയും ടെലിലെൻസൊക്കെ ഉണ്ടെങ്കിലും ഏറെ ക്ഷമയും പഠനവും ഒക്കെ ആവശ്യമുള്ളതാണ് ബേർഡ് ഫോട്ടോഗ്രാഫി. സോ സന്ദീപായിട്ട് ഇപ്പോൾ എത്ര കൊല്ലമായി ഇത് തുടങ്ങിയിട്ട് സരോവരത്തിൽ നിന്ന് ഫോട്ടോ? ഞാൻ ബേഡ്സിനെ എടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6-7 കൊല്ലം ആയി. പിന്നെ ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ആളതിനെ കൊണ്ട് പണ്ട് ഈ സ്ഥലങ്ങളൊക്കെ അറിയാം, ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളും എല്ലാം അറിയാം. പക്ഷെ ബേഡ്സിനെ ഫോട്ടോ എടുക്കാൻ ഒരു 6-7 കൊല്ലം ഏകദേശം ആയിട്ടുണ്ട്. ഓക്കെ. ഒരു എക്സിബിഷൻ നടത്തിയിരുന്നല്ലോ, അപ്പോൾ ആ എക്സിബിഷന് നടത്തണം തോന്നാൻ എന്താ കാരണം? ഒന്നുമില്ല, നമ്മൾ വെറുതെ പക്ഷികളെ ഫോട്ടോ എടുക്കുക, പക്ഷികളെ നോക്കുക എന്ന് മാത്രം ആയാൽ പോരല്ലോ. അത് നമ്മൾ ലോകത്തിനെ അറിയിക്കണം. പ്രത്യേകിച്ച് ഈ ഫോട്ടോഗ്രാഫിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ലോകത്തിനെല്ലാം അറിയിക്കുന്ന, മറ്റുള്ളവർ അറിവ് കൊടുക്കുന്ന ഒരു വലിയൊരു മേഖലയാണ് ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ബേഡ്സ് ഉണ്ടോ അതൊക്കെ മറ്റുള്ളവരെ അറിയുക, അതിനെ കണ്ടെത്തുക, വന്ന് ഇവിടെ എന്താ പുതിയ തരം ബേഡ്സ് എനിക്ക് മാത്രം കണ്ടെത്താൻ കഴിയില്ലല്ലോ. അപ്പം മറ്റുള്ളവരും അത് പുതിയത് കണ്ടെത്തുക, ഇതൊക്കെ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി, അതായത് ബേഡ്സിനെ കുറിച്ചിട്ട് നല്ലൊരു അറിവ് ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു എക്സിബിഷൻ തന്നെ. അപ്പോൾ എത്ര കിളികളുണ്ട് ശരിക്കും? ഞാൻ അന്ന് എക്സിബിഷനിൽ വെച്ചപ്പം തന്നെ 55ഓളം ബേഡ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അത് കൂടുതലായിട്ടും എന്താ പറയുക, ഇവിടെ തന്നെ ഉള്ള ബേഡ്സിനായിരുന്നു ഞാൻ കൂടുതലായിട്ട് അന്ന് എക്സിബിഷനിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ അതിൽ കൂടുതൽ സരോവരത്തേക്ക് ഇറങ്ങി തിരിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊന്നല്ല, കൂടുതലുണ്ട് എന്ന് മനസ്സിലായത്. റയർ ആയിട്ടുള്ള കുറെ ബേഡ്സുകളുണ്ട്. ശരിക്കും ഈ ബേഡ്സ് ഒക്കെ മോർണിംഗിലല്ലേ കൂടുതൽ ഉണ്ടാവല്? കൂടുതൽ മോർണിംഗിലാണ് ഉണ്ടാവുക. രാവിലെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 7 മണി മുതൽ ഒരു 11 മണി വരെ ഞാൻ സരോവരത്തുണ്ടാവും. ഒരുവിധ സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ വരാറുണ്ട്. ആ എക്സിബിഷൻ എത്ര കൊല്ലം കൊണ്ടാണ് നടത്തിയത്? ഒരു 3 കൊല്ലം മുമ്പാണ് ഞാൻ എക്സിബിഷൻ നടത്തിയിരുന്നത്.
ശരിക്കും ഈ സരോവരത്തിന് മാത്രമായിട്ടുള്ള എന്തെങ്കിലും സ്പീഷീസ് ഉണ്ടോ ബേർഡ്സ്? ശരിക്കും സരോവരത്തിന് മാത്രമായിട്ടുള്ള ഒരു ബേർഡ്സ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന കുറേ ബേർഡ്സ് ഉണ്ട്. അതിൽ ഒന്ന് ഇന്ത്യൻ പെട്ട, ഓറിയന്റൽ ഡ്രാഫ്റ്റ് കിങ്ഫിഷർ, ബ്രൗൺ ഹോക്ക് ഔൾ, ബ്ലാക്ക് ബേർഡ്സ്, പിന്നെ കുറേ ഫ്ലൈ കാച്ചേഴ്സ്, അങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഏരിയകളിൽ കൂടുതലായിട്ടുണ്ട്. ഈ ഭാഗത്തിൽ ഇതിലെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുള്ളത് എന്താ വെച്ചാൽ ഇത് നഗരമധ്യത്തിലാണ്. നഗരമധ്യത്തിൽ ഇത്രയും തിക്കായിട്ടുള്ള മരങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ബേർഡ്സുകളും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്നതാണ്. നഗരത്തിന്റെ പൊല്യൂഷൻ എന്നൊക്കെ ഇവിടേക്ക് വരുമ്പോൾ നല്ല ഓക്സിജൻ ഒക്കെ കിട്ടും. നല്ല ഓക്സിജൻ കിട്ടും. നമുക്ക് മനസ്സിനൊരു സന്തോഷം അതെപ്പോഴും ഉണ്ടാവും. കുറേ സ്പീഷീസ് ഉണ്ട് അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. കുറേ അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ബേർഡ് ഫോട്ടോഗ്രാഫേഴ്സിന് ഒരു ഇഷ്ട സ്ഥലമാണ്. അതെ തീർച്ചയായിട്ടും. ബേർഡ് ഫോട്ടോഗ്രാഫികൾ അവർക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക വന്നു കഴിഞ്ഞാൽ ബേർഡ്സിന് കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിലൊന്ന്. ഓക്കെ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഈ സരോവരത്തേക്ക് വരുന്ന സമയത്ത്, അതായത് അന്നൊന്നും സരോവരം എന്നല്ല, അന്നൊക്കെ 96 ഏക്കറിലേക്ക് ഞങ്ങൾ കുട്ടിക്കാലത്ത് ഞങ്ങൾ കയറുന്ന സമയത്ത് നല്ല തെളിനീരായിട്ടുള്ള വെള്ളങ്ങളും പിന്നെ വളരെ വൃത്തിയായിരുന്നു, നല്ല രസമായിരുന്നു കാണുമ്പോൾ. പക്ഷേ പിന്നീട് കുറച്ച് കാലത്തിന് ശേഷം നമുക്ക് വരുന്ന നമുക്ക് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഒക്കെ വളരെയധികം അറിയുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി നമുക്ക് കാരണവന്മാർ എങ്ങനെയാണോ നമുക്ക് ഈ 96 ഏക്കറിനെ തന്നത് അതേപോലെ തന്നെ സരോവരത്തിന് നമ്മൾ അടുത്ത ജനറേഷന് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടി ഒരു ശ്രമം കൂടി ഞാൻ ഇതിൻ്റെ കൂടുതൽ നടത്തും. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് പക്ഷികളെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുന്ന ആളുകൾ കൂടുതൽ വരുന്ന സമയത്ത് ഇതിനെക്കുറിച്ചിട്ട് കുറച്ച് ബോധമൊക്കെ ഉണ്ടാവും. പൂർവികർ നമുക്കായി തന്ന ഈ വെറ്റ്ലാൻഡുകൾ നമ്മൾ വരും തലമുറക്കായി നൽകേണ്ടതുണ്ട്. ബഷീർക്ക് പറഞ്ഞതുപോലെ അണ്ടകടാഹങ്ങൾക്കുള്ളതുമാണ് ഈ ഭൂമി. സോ ഇതൊക്കെയാണ് സരോവരത്തെ ബ്യൂട്ടിഫുള്ളായ കാഴ്ചകൾ. ശരിക്കും നല്ലൊരു സ്ഥലം തന്നെയല്ലേ സരോവരം. നിങ്ങൾ കോഴിക്കോട് വരികയാണെങ്കിൽ സിറ്റീൻ്റെ നടുവിൽ തന്നെയാണ്. എന്തായാലും ഒന്ന് കയറുക, ഈ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിക്കുക. പിന്നെ സരോവരം ഏതായാലും സന്ദർശിക്കുകയാണ്, അപ്പം 96 ഏക്കറയും കൂടി അതിൻ്റെ കൂടെ സന്ദർശിക്കുക. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഈ സരോവരവും പിന്നെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഫോട്ടോയിലൂടെ മോട്ടിവേറ്റ് ചെയ്യണ സന്ദീപ് അങ്കിളിനൊക്കെ പരിചയപ്പെടുത്തി തന്നു. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് നോട്ടിഫിക്കേഷനും എല്ലാം കൂടി അടിക്കുക. അപ്പം ഇനി അടുത്തൊരു അടിപൊളി എപ്പിസോഡ് ആയി വരാം. അതുവരേക്കും ബൈ.